സ്ത്രീകൾക്ക് സ്ഖലനം ഉണ്ടാകാറുണ്ടോ? അഥവാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ രതിമൂർച്ച അനുഭവപ്പെടുന്നതോടുകൂടി പുരുഷന് ശുക്ലവിസർജനം ഉണ്ടാകുന്നത് പോലെ സ്ത്രീകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള വിസർജനം ഉണ്ടാകുന്നുണ്ടോ? എല്ലാ സ്ത്രീകൾക്കും ഇത് അനുഭവപ്പെടാറുണ്ടോ? എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ? ഇതെല്ലാമാണ് നാം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. പുരുഷനെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ രതിമൂർച്ച ഉണ്ടാകുന്നോ മിക്കപ്പോഴും അവർക്ക് ശുക്ലവിസർജനം ഉണ്ടാകുന്നുണ്ട്. ഈ ശുക്ലവിസർജനം ആ വ്യക്തിക്ക് അറിയുവാൻ കഴിയുന്നുണ്ട്, അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്. അതേ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ ശുക്ലവിസർജനം അഥവാ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു വിസർജനമുണ്ടോ, അത് ഏത് രൂപത്തിലാണ്, അതുകൊണ്ട് ആ സ്ത്രീക്ക് ലഭിക്കുന്ന അനുഭൂതി എന്താണ്, അത് തൻ്റെ ഇണയായ പുരുഷന് അറിയുവാൻ കഴിയുന്നുണ്ടോ, ഇങ്ങനെ ശുക്ലവിസർജനമില്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതൊരു രോഗമാണോ, ഇതെല്ലാമാണ് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. സാധാരണഗതിയിൽ പറയട്ടെ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാവർക്കും തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ രതിമൂർച്ചയോട് അനുബന്ധിച്ചോ അല്ലെങ്കിൽ രതിമൂർച്ചയ്ക്ക് തൊട്ടു മുമ്പോ ശുക്ലവിസർജനം പോലെ ഒരു വിസർജനം ഉണ്ടാകുന്നുണ്ട്. അത് സ്കീൻസ് ഗ്രന്ഥികൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയിൽ നിന്നാണ് വരുന്നത്. ഇതും യോനിയിലുണ്ടാകുന്ന ലൂബ്രിക്കേഷനുമായി നാം ഒരു രീതിയിലും ബന്ധപ്പെട്ടതല്ല. രണ്ടും രണ്ട് സംഭവങ്ങൾ തന്നെയാണിത്. അതായത് യോനിക്കുള്ളിൽ നിന്ന് വരുന്നത് ലൂബ്രിക്കേഷൻ ഉണ്ടാകുന്നത് സെർവിക്സിൽ നിന്നും യോനിയുടെ ഉൾഭാഗത്തു നിന്നുമാണ്. എന്നാൽ ഇത് മൂത്രക്കുഴലിൽ കൂടിയാണ് ഇവർക്കുണ്ടാകുന്ന ഈ വിസർജനം ഉണ്ടാകുന്നത്. അത് തന്നെ രണ്ട് രൂപത്തിലുണ്ട്. സ്ക്രീൻസ് ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന ഒരു വിസർജനമുണ്ട്, അതുപോലെ തന്നെ മൂത്രസഞ്ചിയിൽ നിന്ന് വരുന്ന മറ്റൊരു രൂപത്തിലുള്ള വിസർജനമുണ്ട്. ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ്. ISRMലെ ചികിത്സയ്ക്കായി വരുന്ന പല സ്ത്രീകളും ഇവിടെ അഭിപ്രായപ്പെടുന്ന ഒരു കാര്യമുണ്ട്, സാർ എനിക്ക് സ്ഖലനം ഉണ്ടാകത്തില്ല, അഥവാ എനിക്ക് ലൈംഗിക ബന്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു വിസർജനം ഉണ്ടാകുന്നില്ല എന്നുള്ളത്. ഇവരെങ്ങനെയോ ധരിച്ചു വച്ചിരിക്കുന്നുണ്ട് ആ രീതിയിലുള്ള പുരുഷനുണ്ടാകുന്നത് പോലെ വളരെ ശക്തമായ രീതിയിൽ ഒരു വിസർജനം അവർക്ക് നടക്കുമെന്നുള്ളത്. വിസർജനം നടക്കുന്നുണ്ട്, എന്നിരുന്നാലും ശരി ആ രീതിയിലുള്ള പുരുഷൻ്റെ ശുക്ലവിസർജനം പോലെ ഒരു കഠിനമായ അല്ലെങ്കിൽ ശക്തമായ രീതിയിലുള്ള വിസർജനമല്ല സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് ഉണ്ടാകാറുള്ളത്. അത് വികാര രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കഠിനമായ വികാരം ഉണ്ടാകുകയാണെങ്കിൽ കൂടുതൽ ദ്രാവകം പുറത്തേക്ക് വരുന്നുണ്ട്. സാധാരണ ഇതിലൊരു 1 ml അല്ലെങ്കിൽ 1.5 ml താഴെയുള്ള വിസർജനം മാത്രമാണ് ഇവരുടെ സ്കീൻസ് ഗ്രന്ഥിയിൽ നിന്ന് വരുന്നത്. ആ ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന വിസർജനം ഏറെക്കുറെ ഒരു പാലിൻ്റെ രൂപത്തിലുള്ള ഒരു വിസർജനമാണ്. ഇതുകൂടാതെ മൂത്രസഞ്ചിയിൽ നിന്നും വളരെ നേർത്തതായിട്ടുള്ള ഒരു ദ്രാവകം വരുന്നുണ്ട്. ഈ ദ്രാവകവും അവരുടെ ശുക്ലവിസർജനത്തിൻ്റെ ഭാഗമായി തന്നെ കണക്കിലെടുക്കാം. ഇത് ഉണ്ടായില്ല എന്ന് കരുതി ഒരു രീതിയിലും ഒരു കുഴപ്പമുള്ള കാര്യമല്ല. ഗർഭം ധരിക്കുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ ഇതൊരു പ്രശ്നമുണ്ടാകാറില്ല. എന്നാൽ ഈ വിസർജനം അതായത് ബീജാണുക്കളെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുമെന്നും അത്തരം രീതിയിലുള്ള നല്ല ഘടകമാണെന്നുമൊക്കെ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്, ചില ശാസ്ത്രജ്ഞർ. എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഇതിൽ കൂടി മൂത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ആ അളവിൽ കുറവായിട്ടുള്ള നേർത്ത മൂത്രം പുറത്തേക്ക് വരുന്നതുകൊണ്ട് ആ രീതിയിലുള്ള വിസർജനം ദോഷം ചെയ്യുമെന്നുമാണ് പറയുന്നത്. അതായത് ബീജസങ്കലനത്തിന് അതെന്തെങ്കിലും ആകട്ടെ, തർക്ക വിഷയമാണത്. അതിനെക്കുറിച്ച് വ്യക്തതയില്ലാത്തത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കുവാനും കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ സ്ത്രീയുടെ ശുക്ലവിസർജനം അവരോട് ചോദിക്കുന്ന, ശുക്ലമെന്ന് പറഞ്ഞുകൂടാ, അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ പല രൂപത്തിലാണ് അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. പലരും പല രീതിയിൽ അനുഭവപ്പെട്ടു, അങ്ങനെ ഒരു ദ്രാവകം വന്നിരുന്നു എന്നുള്ളതാണ്. പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം ഇത് അനുഭവപ്പെട്ടുകൊള്ളണമെന്നേ ഇല്ല. ചിലർക്ക് അത് കൂടുതലായി തോന്നിയെന്ന് പറയാം. കാരണം ലിംഗം യോനിക്കുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ യോനിക്കുള്ളിലുണ്ടാകുന്ന ദ്രാവകവും അതിനകത്തെ ലൂബ്രിക്കേഷനുമാണ് പ്രധാനപ്പെട്ട ഘടകം. അത് പുരുഷന് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ലൂബ്രിക്കേഷൻ ഇല്ലെങ്കിൽ യോനിക്കുള്ളിലേക്ക് കടത്തുവാൻ കഴിയില്ല, കടന്നാൽ തന്നെ വേദന അനുഭവപ്പെടും. ഇത്തരം രീതികളാണ് അവിടെ കണ്ടുവരുന്നത്. ശുക്ലവിസർജനം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അനുഭവപ്പെട്ടെന്ന് വരാം, എന്നിരുന്നാലും സാധാരണഗതിയിൽ അനുഭവപ്പെടുന്ന ഒരു ഘടകമല്ല. എന്താണ് ഈ സ്ക്രീൻസ് ഗ്രന്ഥി? സ്ക്രീൻസ് ഗ്രന്ഥി എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റിന് തുല്യമായ ഒരു ഗ്രന്ഥിയാണ്, അതായത് സ്ത്രീകളിൽ കണ്ടുവരുന്നത്.
പ്രോസ്റ്റേറ്റ് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന ഒന്നാണ്. സ്കീൻസ് ഗ്രന്ഥി അതുപോലെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാനോ അതിനെ തടവി കണ്ടുപിടിക്കുവാനോ കഴിയുന്ന ഒന്നല്ല. ഇതിൻ്റെ ട്യൂബ് തുറക്കുന്നത് മൂത്രസഞ്ചിയിലേക്കാണ്. അപ്പോൾ മൂത്രസഞ്ചിയിൽ നിന്നാണ് ഇത് വരുന്നത്, അതായത് ഈ ദ്രാവകം പുറത്തേക്ക് വരുന്നത്. എല്ലാ സ്ത്രീകൾക്കും ഈ ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ അനുഭൂതി ഉണ്ടാകാറുണ്ട്. ഈ അനുഭൂതിയോടനുബന്ധിച്ച് തന്നെ ഈ രീതിയിലുള്ള ഒരു വിസർജനം നടക്കുന്നുണ്ട്. ആ വിസർജനത്തിൽ PSA ഉണ്ട്. PSA എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ഉണ്ട്. അതുപോലെ തന്നെ ചില അസിഡിക് ഘടകങ്ങളുണ്ട്. ഇതുകൂടാതെ പ്രോസ്റ്റേറ്റ് പുറപ്പെടുവിക്കുന്ന മറ്റ് ദ്രാവകങ്ങൾക്ക് സമാനമായ ചില കെമിക്കലുകൾ അതിൽ കാണപ്പെടുന്നുണ്ട്. ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള അനുഭൂതി നൽകുന്നതിനോ ഇതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ളത് പഠനങ്ങൾ നടത്തി കണ്ടുപിടിക്കേണ്ടതാണ്. ഒരു കാര്യം പറയട്ടെ, ഒരു സ്ത്രീയുടെ ലൈംഗികതയെക്കുറിച്ച് പഠനങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ അവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ രീതിയിലുള്ള ഫ്ലൂയിഡ് എടുക്കുക, അതിനുശേഷം അതിനെ കെമിക്കൽ അനലൈസിസിന് വിടുക, ഇത്തരം കാര്യങ്ങളൊക്കെ സാധാരണ രീതിയിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് മാത്രമല്ല, ലൈംഗിക കാര്യങ്ങളിൽ ഏത് രീതിയിലുള്ള ഗവേഷണം നടത്തണമെന്നുണ്ടെങ്കിലും ഈ ദമ്പതികൾ സമ്മതിച്ചാൽ പോലും അതിൻ്റെ എത്തിക്കൽ കമ്മിറ്റി അപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ലോകതലത്തിൽ തന്നെ, അതായത് ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലും ഇതിനുള്ള ഗവേഷണങ്ങൾ വളരെ പരിമിതമായി മാത്രമേ നടക്കുന്നുള്ളൂ. മാത്രമല്ല ഇത് ചെയ്യുവാനുള്ള താല്പര്യവും ഒരു ഗ്രൂപ്പിനുണ്ടാവണം. അങ്ങനെ താല്പര്യമുണ്ടെങ്കിലേ ഈ രംഗത്തേക്ക് വരുവാൻ കഴിയുള്ളൂ. അതും അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും മറ്റും വളരെയധികം കുറവാണെന്നുള്ളത് പറഞ്ഞുകൊള്ളട്ടെ. ഇനി സ്ത്രീകളുടെ പരാതിയിലേക്ക് വരാം. രതിമൂർച്ച ലഭിക്കുന്നതോടുകൂടി അവർക്ക് സ്ഖലനം വരുന്നില്ല എന്നുള്ള പരാതിയുമായി പല സ്ത്രീകളും ഇവിടെ വരാറുണ്ട്. ഞാനൊരു കാര്യം പറയാം, സ്ഖലനം സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. ബയോതെസ്മിയോമെട്രി വെച്ച് അതിനകത്ത് രതിമൂർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് സ്ഖലനം ആ രീതിയിൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ പരിശോധിച്ച സ്ത്രീകളിൽ പലർക്കും സ്ഖലനം ഉണ്ടാകുന്നതായി തന്നെയാണ് കാണപ്പെടുന്നത്. അത്തരം സ്ഖലനങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ അവർക്കത് വ്യക്തമായി അറിഞ്ഞുകൊള്ളണമെന്നില്ല എന്ന് മാത്രം. ഞാനിവിടെ സൂചിപ്പിക്കുകയുണ്ടായി, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് സമാനമായ ഒരു ഗ്രന്ഥിയാണ് സ്കിൻസ് ഗ്രന്ഥികൾ. ഈ ഗ്രന്ഥികൾക്ക് പ്രോസ്റ്റേറ്റ് ഉണ്ടാകുന്നത് പോലെ തന്നെ അസുഖങ്ങൾ ബാധിക്കാറുണ്ട്. ചിലപ്പോൾ അതിന് അണുബാധ ഉണ്ടാകാറുണ്ട്, ചിലപ്പോൾ അതിന് അർബുദം ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മൂത്രക്കടച്ചിൽ വളരെയധികം ഉണ്ടാവും. ഈ സ്കിൻസ് ഗ്രന്ഥിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ദ്രാവകം ശരിക്കും മൂത്രക്കടച്ചിൽ ഉണ്ടാകാതെ സംരക്ഷിക്കുന്ന ഒരു ദ്രാവകമാണ്. എന്നാൽ ഈ ഗ്രന്ഥിക്ക് തന്നെ തകരാറ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോകാറുണ്ട്. സ്ത്രീക്ക് ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ വേദന അനുഭവപ്പെടും. അതുപോലെ തന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മൂത്രമൊഴിക്കുമ്പോൾ വേദന അനുഭവപ്പെടും. ഇതെല്ലാം നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. സ്കിൻസ് ഗ്രന്ഥിക്കുള്ള ഏത് വേദനയും ഏത് അസുഖവും ലൈംഗികതയെ നേരിട്ടല്ലെങ്കിൽ നേരിട്ടല്ലാതെയോ ബാധിക്കുന്ന ഒരു ഘടകമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ഖലനം ഉണ്ടാകുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. എന്നാൽ ഈ സ്ഖലനം ഉണ്ടാകുന്നത് എല്ലാ സ്ത്രീകളും അറിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനെ സ്ഖലനം തീരെ ഇല്ല എന്നുള്ളൊരു പരാതി ആയി വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായ പരിശോധനകൾ നടത്തി സ്ഖലനം ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കുവാൻ കഴിയും. എന്നാൽ എല്ലാ സ്ഖലനവും വേണ്ടത്ര രൂപത്തിൽ അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ വന്നുകൊള്ളണമെന്നില്ല. അതുമാത്രമാണ് അതിനകത്തെ പ്രശ്നം. ചില മരുന്നുകൾ വഴിക്ക് അതിന് സ്ഖലനം കൂട്ടുവാനും മറ്റും കഴിഞ്ഞെന്ന് വരാം. എന്നിരുന്നാലും ഈ സ്ഖലനം ഇല്ലെങ്കിൽ കൂടി, അതായത് വേണ്ടത്ര രീതിയിലുള്ള സ്ഖലനം സംഭവിച്ചില്ലെങ്കിൽ കൂടി ലൈംഗികമായിട്ടുള്ള അനുഭൂതി ഉണ്ടാകുന്നതിനോ മറ്റ് ലൂബ്രിക്കേഷൻ ഉണ്ടാകുന്നതിനോ ഇതൊരു തടസ്സമായി മാറാറില്ല എന്നിവിടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ദയവായി ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, അതായത് സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ, ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തുമാകട്ടെ അതിനുള്ള ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ISRM. ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ISRM എന്ന് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. PDF ഫോർമാറ്റിൽ ഞങ്ങളത് അയച്ചു നൽകുന്നതാണ്. നിങ്ങൾക്ക് ചികിത്സ ആവശ്യമായി ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഫോൺ വഴി ബുക്ക് ചെയ്യാവുന്നതാണ്.